students, welcome to Learning for All. Learning today, leading tomorrow. നമ്മളപ്പോൾ ഫസ്റ്റ് പാർട്ടില് ഇന്റഗ്രേഷന്റെ ഇൻട്രൊഡക്ഷനും പറഞ്ഞു, അതായത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. ഇനി പിന്നെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. ഇനി ഈ പാർട്ടില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പ്രോബ്ലംസും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാർട്ട് ഫുള്ളായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും. ഇനി രണ്ടാമതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോബ്ലംസ് തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ തന്നെ എക്സാമിന് നേടാൻ പറ്റും. അപ്പൊ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഒപ്പം തന്നെ പ്രോബ്ലംസ് ചെയ്യുക, എന്നിട്ട് ഈ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. കുറെ പേര് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതെന്ന്. അതിന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറെ പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വരും. ഇതിന് കുറച്ച് ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ ഞാൻ പറഞ്ഞു തരാം. അത് ചില സ്ഥലങ്ങളിൽ ആപ്ലിക്കബിൾ അല്ലാതെ വരും. എന്നാൽ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, integral of log x whole raised to 2 by x dx. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ട്രിക്കുകൾ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ f ഓഫ് x ഇൻറ്റു എഫ് ഡാഷ് എക്സ്, അതായത് ഒരു ഫംഗ്ഷൻ തരിക, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇവിടെ തന്നെ ഉണ്ടാവുക. ഇന്റഗ്രേഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് ഡിഫറൻസിയേഷൻ ആണ്. എല്ലാ ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരുമോ, അതിന്റെ ഡിഫറൻഷ്യബിൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നാണ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ്, അതായത് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും വരിക. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ എക്സ് സ്ക്വയർ, എന്നിട്ട് താഴെ ചിലപ്പോൾ എക്സ് ക്യൂബ്. അപ്പൊ എന്താണ് ഇതിന്റെ ഡിഫറൻഷ്യബിൾ എന്താണ്? 3x സ്ക്വയർ എന്നാണ്. അപ്പൊ അതിവിടെ ഇല്ലേ? അപ്പൊ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ ഡിഫറൻഷ്യബിൾ ന്യൂമറേറ്ററിലും വരിക, നമ്മുടെ ഫംഗ്ഷൻ ഡിനോമിനേറ്ററിലും വരിക. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് പറയും. ഇനി ഓരോ പ്രോബ്ലംസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്ത കണ്ടീഷൻ, ഈ ബ്രാക്കറ്റിലൊക്കെ തന്നിട്ടുള്ളത്, ഇപ്പൊ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ബ്രാക്കറ്റിനുള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അതുകൊണ്ട് ഗുണമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, അതായത് നമുക്ക് വേണ്ട ഫംഗ്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അടുത്തതിലേക്ക് പോവാം. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ, റൂട്ടിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് നമ്മൾ ഫസ്റ്റ് അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞു ലോഗ് എക്സ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ലോഗ് എക്സ്. ഞാൻ പറഞ്ഞല്ലോ ബ്രാക്കറ്റിലുള്ള ഈ ടേം എടുക്കുക. ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗ് എക്സിന്റെ ഡിഫറൻഷ്യബിൾ എന്താണ്? കറക്റ്റ്, 1 ബൈ എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. സോ 1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. അതായത് ഈ ഡി എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 1 ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഇവിടെ 1 ബൈ എക്സ് ഡി എക്സ് ഉണ്ട്. നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ് എന്താണ്? ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സിന് പകരം, അതായത് 1 ബൈ എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്തെഴുതാം? ഡി ടി. ടി സ്ക്വയർ ഡി ടി. ഇപ്പൊ നമുക്ക് എല്ലാം ടിയുടെ ഫംഗ്ഷനിൽ വന്നു. ഇനി നമ്മൾ എന്താണ്? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ടി സ്ക്വയർ ആണ്. ടി റേസ് ടു 2 dx. അപ്പൊ എന്ത് വരും?
t raised to 2 plus 1 divided by 2 plus 1, that is equal to t cube by 3 plus c. So നമുക്കിവിടെ കൊടുക്കാം t raised to 3 by 3 plus c. പ്രത്യേകം ഓർക്കുക c എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. കാരണം എന്താണ്, ടിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ടിക്ക് പകരം എന്ത് കൊടുക്കണം? എന്താണ് നമ്മുടെ ടി? ലോഗ് എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഗ് എക്സ് ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ലോഗ് എക്സ് വരുമ്പോൾ കൂടുതലും നമ്മൾ ലോഗ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ 1 ബൈ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഹിയർ എന്തുണ്ട്? 1 ബൈ എക്സ് ഡി എക്സ് ഉണ്ട് അല്ലേ? പക്ഷേ നമ്മൾ ലോഗ് എക്സിന് ടി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ എന്ത് വരും? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ടി അല്ലേ? പിന്നെയും എക്സിന്റെ ടേംസ് വരും അല്ലേ? നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും ടിയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പൊ ഇതല്ല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നെക്സ്റ്റ് എടുക്കുക. ലോഗ് എക്സിന്റെ അടുത്ത് എന്താ ഉള്ളത്? എക്സ് പ്ലസ് ലോഗ് എക്സ്. അപ്പൊ എക്സ് പ്ലസ് ലോഗ് എക്സിന് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തോരും? എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1, ലോഗ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ക്ലിയർ? ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു 1 എക്സ്, എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് 1 ഇൻറ്റു 1. സോ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഡി എക്സ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായി? കറക്റ്റ് ആയി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ്, അതിന് പകരം നമുക്ക് ഡി ടി എന്ന് എഴുതാം. എക്സ് പ്ലസ് ലോഗ് എക്സിന് പകരം ടി, ടി സ്ക്വയർ. ക്ലിയർ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 പ്ലസ് സി. സി എഴുതാൻ മറക്കരുത്, മാർക്ക് പോകും. അപ്പൊ ടി റേസ് ടു 3 ബൈ 3 പ്ലസ് സി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. എന്താണ് ടി? എക്സ് പ്ലസ് ലോഗ് എക്സ് ഹോൾ റേസ് ടു 3 ബൈ 3 പ്ലസ് സി. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എക്സ് ലോഗ് എക്സ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ലോഗ് എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലോഗ് എക്സിന് ആദ്യം ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി. 1 ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. നമുക്ക് 1 ബൈ എക്സ് ലോഗ് എക്സ് എന്നുള്ള ടേം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് ലോഗ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? എക്സ് ലോഗ് എക്സ്. എക്സ് ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ അതിലൊക്കെ എളുപ്പത്തിൽ നോക്കി ഇവിടെ രണ്ടിലും എക്സ് ഉണ്ട് അല്ലെ? അപ്പൊ ആ എക്സിനെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ക്ലിയർ ആയില്ലേ? അതായത് രണ്ടിലും എക്സ് ഉണ്ട്. അപ്പൊ എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നോക്കിയേ, നമുക്ക് 1 പ്ലസ് ലോഗ് എക്സിന് നമുക്ക് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം.
ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഷോർട്ട് കട്ട് ഇല്ല. ആദ്യം നമുക്ക് ലോഗ് എക്സ് ഉണ്ടെങ്കിൽ ലോഗ് എക്സിന് കൊടുത്ത് നോക്കുക, ലോഗ് എക്സ് റൂട്ട് എക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ ലോഗ് എക്സിന് കൊടുത്തപ്പോൾ 1/x എന്ന് കിട്ടി, 1/x എന്ന് മാത്രമാണ് കിട്ടിയത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 വരും അല്ലെ. ഇപ്പൊ ഇവിടെ 1/x കിട്ടി, പക്ഷെ ഇവിടെ ഒരു 1 എക്സ്ട്രാ വരും. അപ്പൊ നമ്മൾ നോക്കുക 1 പ്ലസ് ലോഗ് എക്സിന് കൊടുത്ത് നോക്കുക. അപ്പൊ 1ന്റെ 0 ആണ്, ലോഗ് എക്സിന്റെ 1/x ആണ്. 1/x dx is equal to dt. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? dt. ഞാൻ പറയുന്ന ഏതെങ്കിലും സ്റ്റെപ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ മെയിൽ ID തരാം, നിങ്ങൾക്ക് ഡൗട്ട് എല്ലാം ചോദിക്കാവുന്നതാണ്, ക്ലിയർ ആക്കി തരാം. അപ്പോൾ dt ഡിവൈഡഡ് ബൈ 1/x log xന് നമ്മൾ കൺവേർഷൻ കൊടുത്തു, ആൻഡ് 1 പ്ലസ് ലോഗ് എക്സ്, 1 പ്ലസ് ലോഗ് എക്സിന് പകരം എന്താണ് കൊടുക്കേണ്ടത്? t. കറക്റ്റ്. സോ 1/t dt. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ, 1/t dt ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് t പ്ലസ് c അല്ലേ. 1 ഇന്റഗ്രൽ ഓഫ് 1/x dx. അതെന്താണ്? കറക്റ്റ്, ലോഗ് x പ്ലസ് c. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ടിക്ക് പകരം എന്ത് കൊടുക്കണം? വാട്ട് ഈസ് ടി? ലോഗ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി. നമുക്ക് ആൻസർ കിട്ടി. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്റഗ്രൽ ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx. ഇങ്ങനെ ഫാക്ടർ ആയിട്ട്, അതായത് a/b ഇങ്ങനെ ഫാക്ടർ ആയിട്ട് വരാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ബിക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് dbനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലുള്ളത് കിട്ടുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, 1 പ്ലസ് എക്സ് സ്ക്വയർ, 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് വരും? 2x dx ഈസ് ഈക്വൽ ടു dt. ക്വസ്റ്റ്യൻ നോക്കിയേ, 2x dx ഉണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x dx ന് പകരം നമുക്ക് dt, 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം t. വാട്ട് ഈസ് ഡിഫറൻഷ്യബിൾ ഓഫ് 1/t? ലോഗ് t പ്ലസ് c. സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ, ദാറ്റ് ഈസ് ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് c. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പ്, ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻറ്റു സൈൻ കോസ് എക്സ് dx. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാക്കറ്റിലുള്ളതിന് നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്ത് വരും? കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. കോസ് എക്സിന്റെ ഡിഫറൻഷ്യബിൾ എന്താണ്? മൈനസ് സൈൻ എക്സ് dx is equal to dt. ക്വസ്റ്റ്യനിൽ നമുക്ക് സൈൻ എക്സ് dx ഉണ്ട്, അപ്പൊ നമുക്ക് സൈൻ എക്സ് dx is equal to മൈനസ് dt. നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് dxന് പകരം മൈനസ് dt, സൈൻ ഓഫ് കോസ് ടിക്ക് പകരം ടി. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് സൈൻ ടി, മൈനസ് ഓൾറെഡി ഉണ്ട്, സൈനിന്റെ ഇന്റഗ്രല് മൈനസ് കോസ് ടി പ്ലസ് സി, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ടി പ്ലസ് സി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് ടി ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് സി. ആൻസർ കിട്ടി. എന്ത് സിമ്പിൾ ആണല്ലേ. അപ്പൊ കുറച്ച് കണ്ടീഷൻസ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ഈ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലംസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, ഇന്റഗ്രൽ ഓഫ് റൂട്ട് ax പ്ലസ് ബി dx. ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ax പ്ലസ് ബി ഈക്വൽ ടു t. What is the differentiable? a dx is equal to dt. ക്ലിയർ? പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് a dx ഇല്ല, ക്വസ്റ്റ്യനിൽ dx ഉള്ളൂ. അപ്പോൾ dx is equal to
dt by a. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Integral of root t into dx is equal to dt by a. Integral of root t means t raised to 1 by 2. Substitute here. T raised to 1 by 2 plus 1 divided by 1 by 2 plus 1 into here 1 by a plus c. What is 1 plus 1 by 2? 1 plus 1 by 2 is equal to 2 plus 1 3 by 2. നമുക്കതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is equal to t raised to 3 by 2 divided by 3 by 2 into ഇവിടെ ഒരു 1 by a plus c. ഓക്കെ, ഈ 3 by 2 നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 by 3 വരും. അപ്പോൾ 2 by 3a into tക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് t? ax plus b. ax plus b whole raised to 3 by 2 plus c. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റിയില്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫാണെന്ന് തോന്നിയാലും കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഏതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അടുത്ത പ്രോബ്ലം. ഞാൻ കുറേ അധികം പ്രോബ്ലംസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി ഒരു രണ്ടാമത് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒപ്പം തന്നെ നോക്കുക. ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇൻറ്റഗ്രേഷൻ ഒക്കെ നമ്മൾ ടഫാണെന്ന് വിചാരിച്ചാൽ നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുക. എന്തൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് പഠിക്കാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻറ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2. അപ്പം ഞാൻ പറഞ്ഞു റൂട്ടിൻ്റെ ഉള്ളിലുള്ളതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ടി. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഡിഫറൻഷ്യബിൾ dx ഇസ് ഈക്വൽ ടു ഡി ടി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്ത് വരും? എക്സ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ടി ആണെങ്കിൽ എക്സ് എന്താണ്? ടി മൈനസ് 2 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി മൈനസ് 2. ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണ്? എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ റൂട്ട് ടി ഡി ടി. ക്ലിയർ? ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ടി ഇൻറ്റു റൂട്ട് ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു. റൂട്ട് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു 1 by 2. ഇപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു 1 by 2 മൈനസ് 2 റൂട്ട് ടി. ഞാൻ അതിന് 1 by 2 എന്ന് എഴുതാണ്. ഡി ടി. ഇനി നമുക്ക് എന്തറിയാം? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ. ഹിയർ ടി ഇൻറ്റു ടി റേസ് ടു 1 by 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടി റേസ് ടു 1 plus 1 by 2. 1 plus 1 by 2 is 3 by 2. ടി റേസ് ടു 3 by 2. നമുക്ക് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി റേസ് ടു 3 by 2 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1 by 2 ഡി ടി. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ടി റേസ് ടു 3 by 2. ടി റേസ് ടു 3 by 2 ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ്. ടി റേസ് ടു 3 by 2 ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു 3 by 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 by 2 പ്ലസ് 1 പ്ലസ് സി. 3 by 2 പ്ലസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു 3 plus 2 by 2. That is 5 by 2. 5 by 2. T raised to 5 by 2 divided by 5 by 2. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T raised to 5 by 2 divided by 5 by 2 minus 2 into T raised to 1 by 2. 1 by 2 plus 1. T raised to 1 by 2 plus 1. That is 3 by 2. എൻ്റെ ഒപ്പം ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. 3 by 2 പ്ലസ് സി. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടില്ല. എന്ത് ചെയ്യണം? ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാട്ട് ഈസ് അവർ ടി? എക്സ് പ്ലസ് 2. കറക്റ്റ്. സോ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 2 by 5 എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു
5/2 മൈനസ് ഇതിന്റെ റെസിപ്രോക്കൽ ആണ് 2 × 2 വരും 4/3 x plus 2 raised to 3/2 plus c. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. x plus 2 = t എന്ന് കൊടുത്തു. അപ്പോൾ x = t - 2. എന്നിട്ട് നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഒന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലം. Integral of x into 1 plus 2x² dx. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ഒക്കെ എടുക്കാം. ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. നമ്മൾ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ പ്രോബ്ലംസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നോക്കിയാൽ ഞാൻ പറഞ്ഞത് തന്നെ റൂട്ടിനുള്ളതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 1 plus 2x² that is equal to x. ഇനി എൻ്റെ ഒപ്പം ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് വരും? 2 × x² is 2x is equal to, sorry, here substitution is t. dx is equal to dt. In our question x dx ഉണ്ട് അല്ലേ? x dx അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ എന്തുണ്ട്? 2 × 2 4 ഉണ്ട്. അപ്പോൾ ആ 4നെ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരണം. dt / 4. ഇനി നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x dxന് വരെ നമുക്ക് എന്ത് എഴുതാം? dt / 4 into √t. ക്ലിയർ? ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊരും? √t, that is √t, t raised to 1/2 plus 1 divided by 1/2 plus 1 plus c, that is equal to t raised to 3/2 by 3/2 plus c. ഇങ്ങനെ എഴുതിയാൽ മതിയോ? അല്ല, കറക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് 1 plus 2x² whole raised to 3/2 by 3/2 plus c. ഗുഡ്. എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള നിങ്ങളുടെ കുറച്ച് കൺഫ്യൂഷൻസ് ഒഴിവായില്ലേ? എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ലോഗ് വരികയാണെങ്കിൽ ആദ്യം ലോഗിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് കിട്ടില്ലേ ലോഗിന്റെ അടുത്തുള്ള, അതായത് ലോഗിനോട് ചേർന്ന് ഇപ്പോൾ 1 plus log x അല്ലെങ്കിൽ x plus log x, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിന്നെ റൂട്ട് വരികയാണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് ആ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിന്നെ നമുക്ക് a/b എന്തെങ്കിലും ഫാക്ടർ ആയിട്ടാണ് വരുന്നതെങ്കിൽ b = സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് aയിൽ അതിന്റെ ഡിഫറൻഷ്യബിൾ ഉണ്ടോ എന്ന് നോക്കുക. ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ വേറൊരു പ്രോബ്ലം കൂടി പറയാം. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ എങ്കിലാണ് നിങ്ങൾക്ക് യെസ് ഐ ക്യാൻ എന്ന് തോന്നുള്ളൂ. ഇനി ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓഫ് 1/x മൈനസ് √x. ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഓരോ പ്രോബ്ലംസ് എടുത്തിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ മാത്രമേ മാക്സിമം നമ്മൾ അപ്രോച്ച് ചെയ്യുള്ളൂ. അല്ലാതെ ഇതൊക്കെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉറക്കം വരും. ഇപ്പൊ തന്നെ ഉറങ്ങുന്നവരുണ്ടാവും അല്ലേ? അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ x മൈനസ് √x. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു √x is equal to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തോരും? √xന്റെ ഡിഫറൻഷ്യബിൾ ഈസ് 1/2 √x അല്ലേ? 1/2 √x dx is equal to dt. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഇവിടെ ഞാൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1/t മൈനസ് √t എന്ന് വരും അല്ലേ? അപ്പൊ വീണ്ടും ഒരു ഡിഫറൻസും വരുന്നില്ല. അപ്പൊ നമ്മൾ നോക്കുക ഇതിൽ രണ്ടിലും ഈ x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? x is equal to √x into √x അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ ഓഫ് √x into √x മൈനസ് √x dx അല്ലേ? ഇനി ഇതിന്ന് √x കോമൺ ആയിട്ട് എടുത്തേ. അപ്പൊ എന്തോരും? 1/√x into ഇവിടുന്ന് √x എടുത്തു കഴിഞ്ഞാൽ √x, ഇവിടെ നിന്ന് √x എടുത്തു കഴിഞ്ഞാൽ √x മൈനസ് 1. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് വന്നു? 1/√x dx വന്നു അല്ലെ? ഇനി നമുക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് √x മൈനസ് 1 is equal to
2 ഇങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഐഡിയ വരാനാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലാതെ ഞാൻ ആദ്യം തന്നെ പറയണം √x-1 is equal to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും വരുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതാണ് ഞാൻ ആദ്യം ഓരോന്നും എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നത് അല്ലേ. അത് നിങ്ങൾ വിചാരിക്കരുത് മിസ്സിന് പോലും എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയില്ലല്ലോ, മിസ് ഇങ്ങനെ ചെയ്തു നോക്കല്ലേ. ഞാനത് നിങ്ങൾക്ക് ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, എനിക്കൊക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇതുപോലെയൊക്കെ പണ്ട് ചെയ്ത് നോക്കി നമുക്കിപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് ഞാൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇടയിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോറടിയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ √x-1 is equal to t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 1/2 √x is equal to 2 √x dx is equal to dt. In our question dx by √x is there, so we get 2 dt. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. It is 2 dt divided by t. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 log t plus c. Substitute for t. 2 log t is √x minus 1 plus c. ക്ലിയർ ആയില്ലേ? നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ മെയിൽ ഐ ഡി എൻ്റെ കൂടെ തന്നെ പറയാം. ഇനി നെക്സ്റ്റ് പ്രോബ്ലം കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. x³ minus 1 into raised to 1/3 into x raised to 5 dx. നിങ്ങളുടെ എക്സസൈസിൽ തന്നെയുള്ളൊരു പ്രോബ്ലമാണ്. അപ്പം നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ x raised to 5 നമ്മൾ t എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്തൊരു 5x raised to 4. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ x raised to 3 ആണുള്ളത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുത്ത് നോക്കാം. x³ minus 1 നമുക്ക് t എന്ന് കൊടുത്താൽ x³ minus 1 തന്നെ സെലക്ട് ചെയ്യണം, കാരണം അതല്ലേ ബ്രാക്കറ്റിലുള്ളത്. x³ minus 1 is equal to t. 3x² dx is equal to dt. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ x² dx എന്ന് കാണുന്നില്ല അല്ലേ. അപ്പം നോക്കിയേ, അപ്പം നമുക്കതില്ല എന്ന് വയ്ക്കാം. പക്ഷെ x raised to 5 എന്താണ്? x raised to 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x³ into x² അല്ലേ. നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? x³ minus 1 into x³ into x² dx. അപ്പോൾ നമുക്ക് x² dx എന്നുള്ള ഫോം വന്നു. അപ്പോൾ x² dx is equal to dt by 3. ഓക്കെ, നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x³ minus 1 that is t. അപ്പോൾ x³ എന്താണ്? x³ minus 1 is equal to t. അങ്ങനെ x³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ t plus 1. t into ഒരു കാര്യം മറന്നുപോയി, ഇവിടെ 1/3 കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ t raised to 1/3 into x³ പകരം t plus 1. x² dx നമുക്ക് dt by 3. ഡൗട്ട് ഉണ്ടോ? ഈ x³ പകരം നമ്മൾ കൊടുത്തു t plus 1. x² dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dt by 3 ആണ്. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്തോരും? t raised to 1/3 plus 1. അതെങ്ങനെ വന്നെന്നറിയാലോ? t raised to 1/3 into t, that is equal to t raised to 1/3 plus 1 plus t raised to 1/3 whole divided by dt by 3. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/3 plus 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ t raised to 3 into 3, 3 plus 1, 4/3. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് t raised to 4/3 plus t raised to 1/3 whole into dt by 3. ക്ലിയർ? നമുക്ക് x raised to n plus 1 that is equal to integral of t raised to 4/3 plus 1 divided by 4/3 plus 1 plus, sorry, ഈ ഇൻ്റഗ്രലിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. t raised to 1/3 plus 1 divided by 1/3 plus 1 plus c. നിങ്ങൾ ഈ അരിത്തമെറ്റിക്
അഡീഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് വരും? ഞാനിപ്പോൾ ആൻസർ ചെയ്യാം, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ നോക്കുക. ദാറ്റ് ഈസ് t⁻⁷/3 ഫാക്ടർ ആഡ് ചെയ്തതാണ്. t⁻⁷/3 by 7/3 പ്ലസ് t⁻⁴/3 ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് സി. ഇവിടെ എന്തുണ്ട്? എല്ലാം dt/3 ഇല്ലേ, ആ 1/3 ഞാനിവിടെ ആഡ് ചെയ്യണം. ഒന്നുകൂടി ക്ലിയർ ആക്കി എഴുതി തരാം. അതായത് dt/3 ഒരു 1/3 ഉണ്ടായിരുന്നു, അതിവിടെ എഴുതുക. ഓക്കെ, 1/3 ഇൻറ്റു t⁻⁷/3 by 7/3 പ്ലസ് t⁻⁴/3 ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് സി. ഈ 3യും 3യും ക്യാൻസലായി. ലാസ്റ്റ് ആൻസർ. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്തു നോക്കുക. ജസ്റ്റ് അഡീഷൻ മാത്രമേ ഉള്ളൂ. t⁻⁷/3 7 പ്ലസ് t⁻⁴/3 by 4 പ്ലസ് സി. ഇങ്ങനെ എഴുതി ആൻസർ കിട്ടില്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് x³ മൈനസ് 1/7 7/3 പ്ലസ് x³ മൈനസ് 1 4/3 by 4 പ്ലസ് സി. ഇപ്പൊ ഏകദേശം എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഏതെങ്കിലും പ്രോബ്ലംസ് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എനിക്ക് മെയിൽ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കീപ് പ്രാക്ടീസിങ്. ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ട്രിഗ്നോമെട്രിക് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ എങ്ങനെയാണെന്നോട് പറഞ്ഞുതരാം. അപ്പോൾ +2 എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. താങ്ക് യു.